ഓഫീസ് ഇല്ലാത്തതിൻ്റെ അന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് അല്ലേ. വീട്ടിലെ ഫാമിലിയായിട്ടും അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനൊത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം നമ്മൾ അന്ന് ഭയങ്കര ഫ്രീ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ എന്താ പുതിയൊരു ബിരിയാണി പോട്ടൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത്. ബ്ലൂബെറിയുടെ ആണ് ഞാൻ ബിരിയാണി പോട്ട് വാങ്ങിയത്. 10 ലിറ്ററിൻ്റെ ഞാൻ വാങ്ങിച്ചത് കേട്ടോ. കാരണം ഇത് ആവശ്യമാണ്. ഇത്രയും ഒരു 10 ലിറ്റർ ഞാൻ ആദ്യം ഒരു 8 നോക്കിയത്, പക്ഷേ 10 വേണം. കാരണം നമുക്ക് വേറെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു 2 രാത്രിയും ഉച്ചയ്ക്കും കഴിക്കാൻ കണക്കാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ധാരാളമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെ ഒരു ഇതുണ്ടായിരുന്നു, വേറൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടതിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഇത് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. നന്ദിലത്തിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഇതിലൊരു ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ പോവുകയാണ് കേട്ടോ. കൊണ്ടുവന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ ബിരിയാണി കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ബിരിയാണി അതിലുണ്ടാക്കി. അപ്പോൾ എന്താ പറയുക, റൈസ് ആദ്യം ഇതിലിട്ട് ഞാനൊന്ന് വേവിക്കുകയാണ്. അതിൽ ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ തൊണ്ടമുളകും പിന്നെ ഉപ്പ്, തക്കോലം, പിന്നെ ഗ്രാമ്പു, പട്ട ഇതെല്ലാം ഇട്ടതിന് ശേഷം തിളപ്പിച്ച് ഞാൻ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. റൈസ് ഊറ്റിയെടുക്കുകയാണ്. ചിലർ വെള്ളത്തിൻ്റെ കണക്ക് വെച്ച് അങ്ങനെയും ഞാൻ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും കാണുക കേട്ടോ. ഇതാ തൊട്ടപ്പുറത്തായിട്ട് ഞാൻ മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ കിടന്നാവും. അതിനിടയിൽ ഇതെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് റൈസൊക്കെ ഒന്ന് ദം ചെയ്തൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സാധാരണ മുമ്പ് ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു 1.25 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഞാൻ ചെയ്യുമായിരുന്നു. അത് നല്ല പെർഫെക്റ്റായിട്ട് വരുമായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഇന്ന് ഊറ്റിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. നമുക്ക് ഓരോ ദിവസം ഓരോ ഇതായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. എനിക്ക് നല്ല ഹെൽത്തി മൈൻഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹെൽത്തൊക്കെ വീക്കാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ല. കാരണം എനിക്ക് ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഞാൻ നല്ല ആക്റ്റീവാണ്, നല്ലൊരു ഇതായിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അന്ന് നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെറിയ ഇതാണ് കേട്ടോ. ചെറിയ കുഞ്ഞ് ഇതുണ്ടല്ലോ, ആ കുഞ്ഞ് ഇതാണ് എന്താ നെമ്മീനോ അങ്ങനെ എന്താണെന്നുള്ളത്. കുഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മേടിച്ചതാണ്, ഓൺലൈൻ വഴി വാങ്ങിയതാണ് മീൻ. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നാത്തൂനും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഫിഷ് ബിരിയാണി ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് നമ്മൾ വെന്ത് കുഴയുകയാണെങ്കിൽ 100% വെന്ത് കുഴയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ റൈസൊക്കെ ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം ഞാൻ വാങ്ങിയ ബിരിയാണി പോട്ട് വെച്ചു. ഉദ്ഘാടനം തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഫസ്റ്റ് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് ഈക്വലായിട്ട് വേണമെങ്കിൽ ഈക്വലായിട്ടായാലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒന്നെങ്കിൽ പകുതി എണ്ണ, അല്ലെങ്കിൽ പകുതി എണ്ണയും പകുതി നെയ്യും, അല്ലെങ്കിൽ കുറച്ച് എണ്ണയും ബാക്കി നെയ്യും ഒഴിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ബാക്കി ഐറ്റംസൊക്കെ ഇടുകയാണ്. തക്കോല, പട്ട, ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളി, സവാള, ഞാനൊരു 5 സവാളയും ഒരു 10 ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുഴഞ്ഞ് വരണം കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് വന്നതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഈ മൂടി അടച്ചു വയ്ക്കുന്ന നേരം തന്നെ നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നട്ട്സ് എല്ലാം ഒന്ന് കോരി മാറ്റി വയ്ക്കാം. നട്ട്സ് ഒരുപാടങ്ങ് ഭയങ്കരമായിട്ട് മൂത്ത് പോകണ്ട. കാരണം ഭയങ്കരമായിട്ട് മൂത്ത് പോകുമ്പോൾ നിറം ഭയങ്കരമായിട്ട് വ്യത്യാസമായിരിക്കും. നമുക്കത് കാണുമ്പോഴേ ഒരുമാതിരി കരിഞ്ഞൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് വറുക്കാനായിട്ട് നിൽക്കേണ്ട. ഇതുപോലെ ഈ ഒരു പരുവമാകുമ്പോൾ ഇനി കോരിങ്ങി മാറ്റാം. ഇനി അതേ സെയിം എണ്ണയിൽ തന്നെ മുന്തിരി അതും ഒന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഇതേ എണ്ണയിൽ തന്നെ സവാള നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് തിരുമിയ സവാളയാണ്, അത് ആ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതിനിടയിൽ ഞാൻ ആ അടപ്പ് തുറന്നു, നമ്മുടെ ബിരിയാണി പോട്ടിലെ അടപ്പ് തുറന്നു. അതിൽ മല്ലിയില, പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ച മിക്സും പിന്നെ തക്കാളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മല്ലിയില മിക്സ് നമ്മൾ എന്തായാലും ഈ ബിരിയാണിയിൽ ഇടണം കേട്ടോ. മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്രയും ഇട്ട് ഒന്ന് അരച്ച ആ ഒരു മിക്സ് ഇടുമ്പോഴാണ് ആ ഒരു ബിരിയാണിക്ക് ആ ഒരു ഫ്ലേവർ, ആ ഒരു മണം വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ എന്താ പറയുക, കുറച്ച് കറിവേപ്പില ഫസ്റ്റിൽ വേണമെങ്കിൽ ഇടാം.
അപ്പോൾ ഞാൻ അതാ ഇപ്പോഴാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനും കറിവേപ്പില ഇടും കേട്ടോ. അത് നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ ഞാൻ വാങ്ങിച്ചിടുകയും ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് ഇതിനൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇടുകയാണേ. അപ്പോൾ ഉപ്പിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബിരിയാണി സത്യം പറഞ്ഞാൽ ബിരിയാണി എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്, ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാട്. കാരണം നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ആഴ്ചയിൽ ഒരു ബിരിയാണി എന്തായാലും നമ്മൾ കഴിക്കണം. അതൊരു ദിനചര്യ പോലെ അങ്ങ് ആക്കിക്കോണം. അപ്പോൾ പിന്നെ ഞാൻ പപ്പടമൊക്കെ അതിനിടയിൽ പൊരിച്ച് വെച്ചു. പപ്പടം അത്യാവശ്യം കൂടുതൽ തന്നെ പൊരിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഉള്ളത് കൊണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കണക്കാക്കി തന്നെ പപ്പടം ഞാൻ ആവശ്യത്തിന് പൊരിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ സവാളയും എല്ലാം ഒന്ന് അവിടെ ഇരുന്ന് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഈ ഒരു പോട്ട് തുറക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, അതായത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ദെൻ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറി മസാല കേട്ടോ. കറി മസാല എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതിയേ. പിന്നെ അത് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് തൈര് ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ട തൈരോ അല്ലെങ്കിൽ സാധാ നമ്മൾ നോർമലി ഉള്ള തൈര് ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിന് ഇങ്ങനെ ഒന്ന് ആവണം. അതിനുശേഷം പിന്നെ ഞാൻ സവാളയൊക്കെ ഒന്ന് കോരി മാറ്റി വെച്ചു. നേരത്തെ നട്ട്സും മുന്തിരിയൊക്കെ കോരി മാറ്റി വെച്ചായിരുന്നു. പിന്നെ സവാള കോരി മാറ്റി വെച്ചു. എന്നിട്ട് ഈ പൊരിച്ച സവാളയെന്ന് കുറച്ച് സവാള എടുത്ത് ഈ ഒരു ബിരിയാണി മിക്സിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഉള്ളി നന്നായിട്ട് കുഴഞ്ഞ് നല്ലൊരു പരുവമായിട്ട് ഇരിക്കും കേട്ടോ. ഇനി അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഒന്ന് സെറ്റാക്കാനായിട്ട് പോകുന്നത്. ഇനി ഈ ഒരു കുറച്ച് കറി അതിൽ നിന്ന് മാറ്റി വയ്ക്കുക കണ്ടോ. ഇതുപോലെ ജസ്റ്റ് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ചോറിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഇതുപോലെ ചോറിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇനി വീണ്ടും ആ ബാക്കി കറി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബാക്കി കറി അതിലോട്ട് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണേ. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അത് ഇതിലോട്ടങ്ങ് ഇടുക. എല്ലാം ഇടണ്ട, കുറച്ചിട്ടാൽ മതി കേട്ടോ. കുറച്ചിട്ടതിന് ശേഷം മല്ലിയില അതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ വിതറി കൊടുക്കുക. നല്ല ഭംഗിയായിരിക്കും കാണാനും, നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും. വീണ്ടും അതിൻ്റെ പുറത്തുകൂടെ റൈസ് ഇട്ട് കൊടുക്കുകയാണേ. കണ്ടോ, ഇതുപോലെ റൈസ് ഇങ്ങനെ നല്ല തുരുതുരാ വരുന്നു, നല്ല കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച നട്ട്സും മുന്തിരിയും പിന്നെന്താണ് സവാളയും ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് ബിരിയാണി. ഭയങ്കര സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതെല്ലാം അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ടൈം എടുക്കും. പിന്നെ അതിൻ്റെ പുറത്തൂടെ കുറച്ച് നെയ്യ് കൂടെ തൂവി കൊടുക്കുക. ദെൻ ഒരു ഭംഗിക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയതിന് ശേഷം നമ്മുടെ ആ ബിരിയാണി ജസ്റ്റ് ഒന്ന് ദം ചെയ്തെടുക്കുകയാണേ. ഞാൻ ദം ചെയ്യുന്നത് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇത് നമ്മൾ അതിലോട്ട് വയ്ക്കുന്നു. എന്നിട്ട് ആ പോട്ടിട്ടൊന്ന് അടയ്ക്കുന്നു. നമ്മൾ സിൽവർ കോട്ട ഉണ്ടെങ്കിൽ അതിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മൾ മാവ് ചുറ്റിച്ചാലും മതി. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി, ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരു പ്രാവശ്യമല്ല, നമ്മളൊരു 1-2 പ്രാവശ്യം നമ്മൾ കഴിക്കും, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുകയാണ്. ബിരിയാണി എടുത്തു ഒരു പാത്രത്തിൽ. ഇത് അല്ലുവിനുള്ളതാണ് കേട്ടോ, അല്ലുവിന് കൊടുക്കുകയാണ്. അപ്പോൾ ബിരിയാണി കുറച്ച് കോരിയെടുത്തു. പിന്നെ അതിൽ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ ഈ ബിരിയാണി കണ്ടപ്പോൾ തന്നെ അമ്മ ബിരിയാണി എട്. അപ്പോൾ തന്നെ ഞാൻ ബിരിയാണി ഇതുപോലെ ഒന്ന് എടുക്കുകയാണ് അവന് കൊടുക്കാനായിട്ട്. പിന്നെ അതിൽ കുറച്ച് തൈര് എന്തായാലും വേണം. പിന്നെ 2 പപ്പടം, ഒരു ഭംഗിക്ക് 2 പപ്പടം കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്.
ബിരിയാണി. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഇളയാൾ കീബോർഡിന് പോയിരുന്നു. അപ്പോൾ അവൻ ലേറ്റ് ആവും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവന് പിന്നെ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് നന്നായിട്ട് ഫുഡ്. കാരണം ബിരിയാണിയും കൂടെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാനുള്ള ടൈമും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്ന പോലെ അല്ലല്ലോ, ചോറ് നമ്മൾ ഡെയിലി കഴിക്കുകയല്ലേ ചോറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കാര്യമായിട്ട് തന്നെ അവരെ വയറുകൊക്കെ കഴിച്ചു. അല്ലു കഴിച്ചിട്ട് എണീറ്റ് പോവുകയും ചെയ്തു കേട്ടോ. അവൻ ആദ്യമേ വന്ന് സ്ഥലം പിടിച്ചു. അങ്ങനെയൊക്കെ. ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴാണ് അണ്ണനും ഫാമിലിയൊക്കെ വന്നത് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ റിലേറ്റീവ്സാണ്. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു. മക്കളൊക്കെ പുറത്ത് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേ തന്നെ കേട്ടോ. അങ്ങനെ അവരൊക്കെ ചായ കുടിച്ചതിന് ശേഷം മക്കളെല്ലാവരും പുറത്തിറങ്ങി കളിയായിരുന്നു കേട്ടോ. അവർ വെളിയിൽ ഇറങ്ങി കളിയും ബഹളമൊക്കെ ആയി നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോൾ അവർക്ക് കളിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു. വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു. വെയിൽ താന്നപ്പോഴാണ് അവർ പുറത്തിറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കി. ചേട്ടന്മാർ വലിയ ചേട്ടന്മാരല്ലേ, ചേട്ടന്മാരൊക്കെ പോയിട്ട് വരും. ഹായ് ബേബി. മേടിച്ചതല്ല, അതുകൊണ്ട് അങ്ങ് അറ്റത്തിരിക്കുന്നത് മേടിച്ച കേട്ടോ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്, കമ്പ് വെട്ടി വിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് അത് തന്നെ. ഇതൊക്കെ കമ്പ് വെട്ടി അങ്ങനെ ആയതാണ്. താമര റോസ ഇല്ലല്ലേ? താമര റോസ ഇല്ലെന്ന് ചേച്ചി, അത് ഏതാണ് ഉദ്ദേശിക്കുന്നത്? നിറയെ പൂക്കുന്ന ഇതിലൊന്നൊരു കമ്പ ഓടിച്ചാൽ. അപ്പോൾ അതാ അങ്ങനെ അവരൊക്കെ പോകാൻ ഇറങ്ങിയപ്പോൾ ചേച്ചി പറഞ്ഞു കുറച്ച് തണ്ട് ഒടിച്ച് തരാൻ പറഞ്ഞു, ചെടികളുടെയൊക്കെ. അപ്പം റോസയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെടിയുടെ ഇതൊക്കെ ഒടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചേച്ചി കൊണ്ടുപോയിട്ട് നടാമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം ചേച്ചി നല്ല ഫ്രണ്ട്ലിയാണ് ആൾ. അപ്പോൾ അതാ ചേച്ചിക്ക് എല്ലാത്തിൽ നിന്നും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ ഓർക്കിഡിൻ്റെയും ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ചേച്ചി ഒരു വൈബാണ് കേട്ടോ. ചേച്ചി നമ്മളെ പോലെയാണ്, നല്ല ആക്റ്റീവാണ് ആളെപ്പോഴും, നല്ല ആക്റ്റീവാണ്. അപ്പോൾ അതാ ചെടിയുടെ ഇതൊക്കെ അടത്ത് ഇനി ഇതാ അവർ ഇറങ്ങാൻ സമയമായി കേട്ടോ. അവർ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ചേച്ചിക്ക് 3 കുട്ടികളാണ് കേട്ടോ. 3 പേരുണ്ട്. മൂത്ത ആൾ 3ഉം ആൺകുട്ടികളാണ് കേട്ടോ. എനിക്കിവിടെ 2 ആൺകുട്ടികൾ എന്നതുപോലെ തന്നെ ചേച്ചിക്ക് അവിടെ 3 ആൺകുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ വീട്ടിലുള്ളപ്പോഴെല്ലാവരും വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് അവരെ സൽക്കരിക്കാനും എല്ലാത്തിനും. ഇപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും വരുമ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും എന്തിനായാലും. അപ്പോൾ അതാ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അവരൊക്കെ പോകാനിറങ്ങി എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറയുകയാണ്. അപ്പോൾ ഇനി ഇവർ പോയതിന് ശേഷം വേണം എനിക്ക് മാവ് അരയ്ക്കാനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ആണ്, ഞാൻ എപ്പോഴും ശനി അല്ലെങ്കിൽ ഞായർ വൈകിട്ടാണ് മാവൊക്കെ അരയ്ക്കുന്നത്. അപ്പോൾ അതാ മാവൊക്കെ അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് അരയ്ക്കണം. അപ്പോൾ അത് ഇവർ പോയ ഉടനെ തന്നെ നേരെ അടുക്കളയിലോട്ട് കയറി മാവൊക്കെ അരയ്ക്കാനായിട്ട് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രങ്ങളെല്ലാം എനിക്കിനി കഴുകി വയ്ക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രമാണ് എൻ്റെ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് രൂപത്തിൽ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ജോലി ഇതാ നടക്കുകയാണ്, തരികിട തോന്നും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓ.